പരാതിയെക്കുറിച്ച് ഞാനെന്ത് പറഞ്ഞതാണ്? കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ പറഞ്ഞത് രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ അതിൽ പിൻവലിയാൻ ഒരു തീരുമാനമില്ല. അങ്ങനെ സ്ഥലമില്ല. ഊളംപാറ എന്ന് പറയുന്ന ഒരു മാനസിക കേന്ദ്രമില്ല. പിന്നെ എന്തിനാണ് ഇവർ എന്തിന് അടിസ്ഥാനത്തിലുള്ള കേസ് കൊടുക്കുന്നത്? പിന്നെ ഈ 2 വ്യക്തികളുള്ള ഞാൻ പറഞ്ഞ അവരും ഇല്ല. ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആ 2 പേരുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറഞ്ഞേക്കാം. 2 പേരുടെ അഡ്രസ്സ് പറയണം. ഒന്നൊരു വ്യവസായി, മറ്റൊന്നൊരു പയ്യൻ. ഈ പയ്യന്റെ അഡ്രസ്സ് എന്ന് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേക്കാൻ. അപ്പൊ ഇല്ലാത്തൊരു കഥക്ക് ഞാനൊരു ട്രോൾ ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. എന്തോ അല്ലാതെ ഇപ്പോഴല്ല 6ാം വയസ്സിൽ തുടങ്ങിയാണ് ഞാൻ ഈ പരിപാടി. കോണ്ടത്തിന്റെ കൂടി പിടിച്ചിട്ട് അന്ന് വയന്നിട്ടില്ല. പിന്നെ നിന്ന് അതാണല്ലോ വെറുതെ തെറി പറയാൻ കാരണം. അതല്ലേ, ഞാൻ ഒറ്റ സ്റ്റേജിൽ പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഇവരാണ് എന്നെ ഇങ്ങനെ തോണ്ടി എല്ലാവർക്കും ഇപ്പൊ കൊയിലാണ്ടി, കരുനാഗപ്പള്ളി, നമ്മുടെ കൊട്ടാരക്കര, പത്തനാപുരം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ചർച്ചയ്ക്കായിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ചർച്ച ഫേസ്ബുക്കിലൂടെ മതി എന്നാണ് വി ഡി സതീശനോട്. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, പുലിമലയെ കൊണ്ട് തല വെക്കരുത്. അത്ര പറയാനുള്ളൂ എനിക്ക്. മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ തല വെക്കാൻ തയ്യാറാണ്. അത് വാങ്ങിക്കത്തോടെ. പക്ഷെ പണ്ടറിയാലോ ഈ സതീശൻ വെല്ലുവിളിച്ചത് ആരെ? തോമസ് ഐസക്കിനെ ലോട്ടറി സംഭവത്തിൽ, സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി വിവാദത്തിൽ. അന്ന് വി ഡി സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്നെഴുതിച്ചു. ഇപ്പൊ ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋത്തിക് റോഷൻ എഴുതിക്കും. ദയവേത് പോകരുത്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. തുടരും. അയ്യോ, ഞാൻ എല്ലാം സംഭവിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ സൈഡിൽ പോകാൻ വന്ന ഒരാളാണ് ഞാൻ. അതെങ്ങനെ തോണ്ടി എന്നെ എല്ലാവർക്കും എത്തിക്കുകയാണ്. പിന്നെ അല്ലാണ്ടെന്താണ്, സ്ഥിരം പരിപാടിയാണ്. എനിക്കതൊന്നും പുത്തിരിയല്ല. ഒരുപാട് കൊല്ലങ്ങളായിട്ട് കേട്ടിരിക്കുന്നു. അതെ, അതൊന്നും ഞാൻ ഭയക്കുന്നില്ലെന്നേ ആക്രമണത്തെ. അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരുമോ? അപ്പൊ എന്നെ വീട്ടിൽ കയറ്റി തന്നു നോക്കിയാണ് പേടിപ്പിച്ച്. അത് നടക്കില്ല. ഇത് കണ്ണൂരല്ല, ഇത് കൊച്ചിയാണ്, എറണാകുളമാണ്. ഏത് ഡയലോഗ്? ഇതൊക്കെ എന്ത്? ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.